ഹായ് ഓൾ വെൽക്കം ടു ഏകൽ ലേണിംഗ്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫസൽ സാർ. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. എക്സാം വന്നിട്ടുണ്ട്. എക്സാം 5-ാം തീയതി നമുക്ക് തുടങ്ങാൻ പോവാണ്. ഫൈനൽ എക്സാം ആണ്. നമ്മുടെ മുമ്പിൽ ഇനി സമയമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് സമയം നമ്മൾ ഇങ്ങനെ വെറുതെ ചിലവാക്കി കഴിഞ്ഞാൽ, വിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ? സാർ, ഞങ്ങൾക്കറിയാം 8ാം ക്ലാസ്സിൽ ആരും തോൽക്കാനൊന്നും പോകുന്നില്ല. ഞങ്ങൾ 9ാം ക്ലാസ്സിലേക്ക് എത്തും. ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ എക്സാമിൻ്റെ തലേന്നിരുന്ന് പഠിച്ചോളാം, അല്ലെ എക്സാമിൻ്റെ സമയത്ത് മാത്രം പാസ്സാവുന്ന കാര്യങ്ങൾ എഴുതിയിട്ട് പോവാം. ഇങ്ങനെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ പോകുന്നത് വലിയൊരു കുരുക്കിലേക്കാണ്. നമ്മൾ പറയില്ല ഊരാ കുരുക്ക് എന്നൊക്കെ പറയില്ല, അതിലേക്കാണ് പോകുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഫെയിലായി പോകാൻ വരാൻ ചാൻസ് ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പല കാര്യങ്ങളുടെയും അഡ്വാൻസ്ഡ് ലെവലാണ് 10ാം ക്ലാസ്സിൽ ഇരിക്കുന്നത്. 10ാം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് ഇല്ലെങ്കിൽ കളി മാറുകയും ചെയ്യും. അതുകൊണ്ട് 8ാം ക്ലാസ് നല്ല പോലെ പഠിച്ചാൽ മാത്രമേ മുന്നോട്ടുള്ള ക്ലാസ്സുകളിൽ നല്ല പോലെ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ആ സത്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ പേടിപ്പെടുത്താൻ വേണ്ടി പറയല്ല. നിങ്ങൾ 10ാം ക്ലാസ്സിന് ടെക്സ്റ്റ് ബുക്ക് എടുത്ത് നോക്കാം. അപ്പോൾ 8ാം ക്ലാസ്സിലുള്ളതിൻ്റെ പല കാര്യങ്ങളുടെയും അഡ്വാൻസ്ഡ് ലെവലിൽ നിങ്ങൾക്കവിടെ കാണാൻ പറ്റും. ലെൻസ് ആയാലും അതുപോലെ മിറർ ആയാലും അങ്ങനത്തെ കാര്യങ്ങൾ, സോഷ്യൽ സയൻസിലായാലും എല്ലാത്തിലായാലും മാപ്പുകൾ, ഭൂപടങ്ങൾ ഒക്കെ ഉണ്ട്. എല്ലാ സബ്ജക്റ്റിലും അതിൻ്റേതായിട്ടുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് ലെവൽ കാര്യങ്ങൾ ഉണ്ട്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഇനിയും വൈകിട്ടില്ല. നിങ്ങളെ സഹായിക്കാനാണ് ഏകൺ ഇവിടെയുള്ളത്. ഈ വരുന്ന 3-ാം തീയതി ഞായറാഴ്ച രാത്രി 7:30 ഞങ്ങൾ എല്ലാവരും നിങ്ങളെന്ന് കാണാൻ വേണ്ടി വരുന്നുണ്ട്. എങ്ങനെയായിരിക്കണം ഫൈനൽ എക്സാമിൻ്റെ പ്രിപ്പറേഷൻ, എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഏതൊക്കെ ദിവസങ്ങളിൽ ഏതെല്ലാം സബ്ജക്റ്റുകൾ പഠിക്കണം. നമുക്കറിയാം എക്സാമിൻ്റെ ഇടയിലായിട്ട് ഒരുപാട് ലീവുകളുണ്ട്, ഗ്യാപ്പുകളുണ്ട്. അതെങ്ങനെ കറക്റ്റായിട്ട്, അല്ലെങ്കിൽ അത് നമ്മൾ പറയില്ലേ ഒരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യൽ എങ്ങനെയാണ്, ഇതെല്ലാം നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും, നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. സോ ഇതുപോലെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യുന്നതോടൊപ്പം നിങ്ങളുടെ ബേസിക് മൊത്തം ക്ലിയർ ആവുകയും ചെയ്യും. ബേസിക് ആയുള്ള കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. സോ ശ്രദ്ധിക്കുക, ഏകൺ കൂടെ ഉണ്ടെന്നുള്ള ബോധ്യം എപ്പോഴും ഉണ്ടായിക്കോട്ടെ. സമയം മറക്കണ്ട. മാർച്ച് 3-ാം തീയതിയാണ് ഞങ്ങൾ വരുന്നത്. മാർച്ച് 3-ാം തീയതി രാത്രി നൈറ്റാണ്. 7:30 വരുന്നത്. 7:30 PM. അതൊരു ഞായറാഴ്ചയാണ്, സൺഡേ ആണ്. മറക്കരുത്, മറക്കാനേ പാടില്ല. സോ അന്ന് നമ്മൾ എല്ലാ കാര്യങ്ങളും റിവീൽ ചെയ്യും. എങ്ങനെ പഠിക്കണം, എന്ത് പഠിക്കണം എന്നൊക്കെ. ഇനിയും പഠിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് പണി കിട്ടാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് നേരെ ഇങ്ങോട്ട് പോരാം. ഒരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ, ഞങ്ങളെ വിശ്വസിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കൊരു നഷ്ടമായിട്ട് മാറൂല. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയൊരു മാറ്റം തന്നെ കൊണ്ടുവരാൻ ഞങ്ങളെ കൊണ്ട് പറ്റും. അത് ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ എല്ലാവരെയും കൂട്ടി ഇങ്ങോട്ട് പോരൂ എന്ന് ഞായറാഴ്ച രാത്രി 7:30. താങ്ക് യു. ബൈ.